ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഗ്രോത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ നല്ലത് തിരിച്ചറിയാൻ നമ്മുടെ മലയാളികൾക്ക് അറിയാം സർ. ഇത്തിരി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് മാത്രം. നന്ദൻ, പ്രവാസി മല്ലിപ്പൊടി ഉണ്ടോ? അരുണിനോട് ഞാൻ പറഞ്ഞിരുന്നു ഈ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കണ്ടോളാം. ശരി നന്ദൻ, അങ്ങനെ ആവട്ടെ. ചേട്ടി പ്രവാസി മുളക് പൊടി എന്താ രമേട്ടാ പോയാ? ഞാൻ വരുന്ന വെയിറ്റ് ചെയ്യാൻ പറയാറുന്നില്ലേ? ആ പോണെങ്കിൽ പോട്ടെ. ആ ഡെസ്പാച്ചിലെ മുരളിയെ പാക്കിങ്ങിൽ നിർത്ത്. ഓ നന്ദി കെട്ട വർഗങ്ങൾ. എന്തോ സാറേ? ഏയ് ഫാക്ടറിയിലൊരു പയ്യൻ കമാന്നൊരു അക്ഷരം പറയാതെ മുങ്ങിക്കളഞ്ഞേ. ഈ നാട്ടുകാർക്ക് ഒരു ഗുണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ജോലിക്ക് വെച്ചത്. പക്ഷെ ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം ഒരെണ്ണത്തിനില്ല. നമ്മളിവിടെ മറുനാട്ടുകാരെ പണിക്ക് വയ്ക്കാറുള്ളൂ. അതാ ബെസ്റ്റ്. ഇനി വല്ല ബംഗാളികളോ ബീഹാറികളോ പണി അന്വേഷിച്ചോട് വരികയാണെങ്കിൽ ഒന്നങ്ങോട്ടേക്ക് അയച്ചേക്കണേ. ഇതാ സാർ, സാറ് വെച്ച പ്രവാസി. പ്രവാസിയോ? ഏത് പ്രവാസി? ഞാൻ ചോദിച്ചില്ല, അവിടെ തന്നെ കൊണ്ട് ചോദിച്ചു. അക്ഷയ സൂപ്പർ മാർക്കറ്റ്, ഇരുമ്പ് പാലം ആലപ്പുഴ. ആ രാജീവൻ സൂരജൊക്കെ ഇവിടെ. അവർ രണ്ടുപേരും ലീവാക്കിന്നേ. അവരേതോ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണമെന്നും പറഞ്ഞു. അപ്പം ആലപ്പുഴയ്ക്കുള്ള ലോഡ് പോയത് തന്നെ. ഈ പെങ്ങന്മാരും ഫ്രണ്ട്സും ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ജോലിക്ക് വെച്ചൂടെ? അല്ല, അത് പറയാനാണ് ഞാൻ വന്നത്. പുറത്തെ ഒരു ബംഗാളി പയ്യൻ വന്നിട്ടുണ്ട് ജോലി അന്വേഷിച്ചിട്ട്. ആളെങ്ങനെയുണ്ട്? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. രാമേട്ടൻ ഹിന്ദിയിൽ എങ്ങനെയാ? ഹിന്ദിയിൽ ഞാൻ മോശം. ഞാനും മോശം. എന്നാലും വിളിക്കേ. അതെ, പുറത്തൊരു പയ്യൻ നിൽക്കുന്നുണ്ട്, അവനെ വിളിച്ച. പഗലി മായർ പഗല ബേസ് ഓഹോ ഓയ് പഗലി മായർ ആഹ് പഗലി മായർ പഗല ബേസ് ജബോ പാഗൽ ഹോയെ ജബോ আমি പാഗൽ ഹോയെ ജബോ. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ ഓണർ. നമസ്തേ സാർജി. അത് വേണ്ട. ക്യാ നാം ഹൈ മേരാ? मेरा नाम रवींद्र चट्टोपाध्याय। हाँ। यहाँ बिना बड़ा बड़ा काम है। जी साहब, कोई मुश्किल नहीं है। मुझे तुझे എന്തായാലും പറയാ മറ്റേ मुझको കുറച്ച് മലയാളം അറിയും സാർ, സോ പ്ലീസ് ഡോണ്ട് വെറി. ഓ അത് നന്നായില്ല. നിന്നെ കണ്ട ഒരു പണിയെടുക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. ആക്ച്വലി ഐ എം എ സ്റ്റുഡൻറ്റ്, ഡോക്ടർ ആകണം എനിക്ക്. ഓ मेडिकल एंट्रेंस रिपीट ना. मेरा पिताजी एक शॉप से सिक्योरिटी है, उसका पास पैसा नहीं है तो फीस അടക്കാൻ കൊടുക്കാൻ. സോ ഐ ബാഡ്ലി നീഡ് എ ജോബ് സാർ. ഗുഡ് വെരി ഗുഡ്. ഇനിയും കുറേ സ്വപ്നങ്ങളുണ്ട് സാർ. അതെന്തൊക്കെയാ? MPBS കഴിഞ്ഞ് സിവിൽ സർവീസ് പോകണം. ഓ അപ്പൊ ചെറിയ സ്വപ്നങ്ങളൊന്നും അല്ല. ഇതിലും വലിയ ബഡാ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സാർ. അതെന്താ ബഡാ സ്വപ്നം? അത് IAS കഴിഞ്ഞ് MBBS കഴിഞ്ഞ് അപ്കാ സാത്ത് ബോലേഗ. MBBS IAS അവിടെ ഇരിക്കട്ടെ. ഇവിടുത്തെ പണികളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ പിന്നെ നിന്റെ ബംഗാളി ചെന്നിട്ട് നിനക്ക് ബോധം തിരിച്ചു കിട്ടും. അത് സംശയം. നിന്റെ പേരെന്താ പറഞ്ഞു? രവീന്ദ്ര ചതോപാധ്യായ. അപ്പൊ ചതോപാധ്യക്ക് ഇവിടുത്തെ പണികൾ ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്തേ. വാങ്ങത്തം. തമിഴോ?